ആയുർവേദത്തെക്കുറിച്ച് പറയുമ്പോൾ ഉയരുന്ന സ്വാഭാവികമായ ചില ചോദ്യങ്ങളുണ്ട്. പലതും പരിഹസിച്ചുകൊണ്ടാണെങ്കിലും മറുപടി അർഹിക്കുന്ന ചോദ്യങ്ങളാണ്. കഴിഞ്ഞ 2-3 വീഡിയോകളുടെ കമൻറ്റുകളിൽ വന്നതും പലയിടത്തും ഉയരുന്നതുമായ ചില ചോദ്യങ്ങൾക്ക് എനിക്കറിയാവുന്ന രീതിയിൽ മറുപടി പറയാനാണ് ഈ എപ്പിസോഡിൽ ശ്രമിക്കുന്നത്. ചോദ്യങ്ങൾ വരട്ടെ, നമുക്ക് ഉത്തരങ്ങൾ തേടാം. കാരണം ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് വിജ്ഞാനം വളരുന്നത്. ആ വിജ്ഞാനം ഒടുവിൽ മാനവരാശിക്ക് ഗുണകരമാകുന്നതും അങ്ങനെയാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അറിയാത്തത് അറിയില്ലെന്ന് പറയാനും തെളിവുകൾ ലഭിക്കുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ തിരുത്താനും നമ്മൾ തയ്യാറാകണം. എങ്കിലും കഴിയുന്നത്ര വസ്തുനിഷ്ഠമായി പരിശോധിച്ച് മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കുകയാണ്. എന്നാ തുടങ്ങിയാലോ? പ്രിയപ്പെട്ടവരെ, ആയുർവേദത്തിന്റെ ശാസ്ത്രീയത എന്ന വീഡിയോ പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിവും യുക്തിയും തെളിവുകളും വിശകലനം ചെയ്ത് നമുക്ക് സയൻസിനെ വിലയിരുത്താം. ചോദ്യങ്ങൾ ചോദിക്കാം, തർക്കിക്കാം, പഠിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സമയം കളയുന്നില്ല, നമ്മൾ വിഷയത്തിലേക്ക് കടക്കുന്നു. ആയുർവേദത്തെക്കുറിച്ചൊരു വീഡിയോ സീരീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ എന്നെ ഒരു മോഡേൺ മെഡിസിൻ വിരുദ്ധനാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ എൻ്റെ നിലപാടതല്ല. ആയുർവേദത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തെ എതിർക്കുന്നതല്ല. അതുപോലെ തന്നെ മോഡേൺ മെഡിസിനിലെ ഏതെങ്കിലും ചികിത്സയെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കുന്നത് ശാസ്ത്രവിരുദ്ധതയുമല്ല. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ്. ഒരു ചികിത്സാ രീതി എത്ര പഴയതാണെന്നല്ല പ്രധാനപ്പെട്ട ചോദ്യം, അതിൽ പറയുന്ന ഒരു ആശയം ശരിയാണോ? ഒരു ചികിത്സ യഥാർത്ഥത്തിൽ ഫലപ്രദമാണോ? അതിൻ്റെ ഗുണം എങ്ങനെ അളക്കാം? അതിൻ്റെ അപകട സാധ്യതകൾ എന്തൊക്കെയാണ്? അതിന് ശാസ്ത്രീയമായ തെളിവുകൾ എത്രത്തോളമുണ്ട്? ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. ആയുർവേദത്തെ വിമർശിക്കുന്നവരോടും എൻ്റെ അഭ്യർത്ഥന അതുതന്നെയാണ്. ആയുർവേദം മുഴുവൻ തട്ടിപ്പാണ് എന്നൊരു വാചകത്തിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കരുത്. അതുപോലെ ആയുർവേദം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ്, അതുകൊണ്ട് അതിലെ എല്ലാം ശരിയാണ് എന്നും പറയരുത്. രണ്ട് നിലപാടുകളും ശാസ്ത്രീയമായ അന്വേഷണത്തിന് പകരമാകില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചില ചോദ്യങ്ങൾ എടുക്കാം. ചിലതിന് വ്യക്തമായ ഉത്തരങ്ങൾ ഉണ്ടാകും, ചിലതിന് ഭാഗികമായ ഉത്തരങ്ങളെ ഇപ്പോൾ നൽകാൻ കഴിയൂ. ചില ചോദ്യങ്ങൾക്ക് ഒരു പക്ഷേ ഇതിനിപ്പോഴും കൃത്യമായ തെളിവില്ല എന്നായിരിക്കും ഉത്തരം. അതും ഒരു ഉത്തരമാണ്. കാരണം ശാസ്ത്രത്തിൽ എനിക്കറിയില്ല എന്നത് പരാജയമല്ല, കൂടുതൽ അന്വേഷിക്കാനുള്ളൊരു തുടക്കമാണ്. ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്ന ചോദ്യം, നിങ്ങൾക്ക് ഒരു അപകടം സംഭവിച്ചാൽ, ഹാർട്ട് അറ്റാക്ക് വന്നാൽ, ക്യാൻസറോ സ്ട്രോക്കോ വന്നാൽ എവിടേക്ക് കൊണ്ടുപോകും? ആയുർവേദമോ അലോപ്പതിയോ? ഇതുപോലൊരു ജീവൻ രക്ഷാ സിറ്റുവേഷനിൽ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ പിന്നെന്ത് ചികിത്സ? നല്ല ചോദ്യമാണ്. ശരിയാണ്, ഇപ്പറഞ്ഞ ഘട്ടങ്ങളിലൊന്നും ആയുർവേദത്തെ ആശ്രയിക്കാനാവില്ല. അതിന് മോഡേൺ മെഡിസിൻ ആശുപത്രികളും ആധുനിക സൗകര്യങ്ങളും എല്ലാം ആവശ്യമാണ്. നോക്കൂ, ഹൃദയരോഗങ്ങൾ, കരൾ രോഗങ്ങൾ, പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, ക്യാൻസർ, ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങൾ അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയാണ് കണക്കാക്കുന്നത്. ഈ ജീവിതശൈലി രോഗങ്ങൾ ആശങ്കാജനകമായ രീതിയിൽ വർദ്ധിക്കാൻ തുടങ്ങിയത് എന്നാണ്? 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്ര സാങ്കേതിക വിപ്ലവത്തിനൊപ്പം കടന്നു വന്ന ക്ഷണിക്കപ്പെടാത്ത അതിഥികളാണ് ഇവരെല്ലാം. വ്യായാമക്കുറവ്, ഭക്ഷണശീലങ്ങൾ, പുകവലി, മദ്യപാനത്തിൻ്റെ വ്യാപ്തി എല്ലാം ഈ രോഗങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാണ്. 20-ാം നൂറ്റാണ്ടിൽ ശരാശരി ആയുസ് വർദ്ധിച്ചപ്പോൾ ജീവിതത്തിൻ്റെ ലേറ്റർ സ്റ്റേജിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അസുഖങ്ങളുടെ തോത് വർദ്ധിച്ചു. ആയുർവേദം വികസിച്ച കാലഘട്ടത്തിൽ ജനങ്ങൾ പരമാവധി പ്രകൃതിയോടിണങ്ങി ജീവിച്ചവരായിരുന്നു. കായികാധ്വാനം ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. പുകവലി, മദ്യപാനം പോലുള്ള ശീലങ്ങൾ വളരെ കുറവായിരുന്നു. ഹോട്ടൽ ഭക്ഷണം എന്നത് അപൂർവമായിരുന്നു. റോഡിൽ വാഹനങ്ങൾ അധികം ഇല്ലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ പൊതുവേ അപൂർവമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്ത് അങ്ങനെയുള്ള രോഗങ്ങൾ ഒരു മുൻഗണന ആയിരുന്നില്ല. അതിനർത്ഥം അതിനു മുമ്പ് ഈ രോഗങ്ങൾ തീരെ ഇല്ലായിരുന്നു എന്നാണോ? അല്ല, അപൂർവമായിരുന്നു എന്ന് മാത്രം. അതുമല്ല, ഇന്ന് മോഡേൺ മെഡിസിൻ ജീവിതശൈലി രോഗങ്ങളെ നേരിടുന്നത് വൈദ്യവിജ്ഞാനം കൊണ്ട് മാത്രമല്ല,
ഫിസിക്സ്, കെമിസ്ട്രി, എഞ്ചിനീയറിംഗ് തുടങ്ങി സമസ്ത ശാസ്ത്രമേഖലകളും നൽകുന്ന നിസ്തുല സംഭാവനകളെ ഉപയോഗിച്ചാണ് വെന്റിലേറ്ററും ECG മെഷീനും മോണിറ്ററുകളും പോലുള്ള ഉപകരണങ്ങളില്ലാതെ ഒരു കാഷ്വാലിറ്റി സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ആയുർവേദത്തിന്റെ വികസനം വൈദേശിക അധിനിവേശ കാലത്ത് നിലച്ചുപോയി. മാത്രവുമല്ല, സമസ്ത വിജ്ഞാനങ്ങളെയും സമൂഹത്തിലെ ഒരു വരേണ്യവർഗം കൈയടക്കി വെച്ചപ്പോൾ ജനങ്ങളിലെ വലിയ വിഭാഗത്തിന് അവ അപ്രാപ്യമായി. മാത്രവുമല്ല, കൈത്തൊഴിലെടുക്കുന്നവരെ അധമ വിഭാഗമായി കണക്കാക്കിയ ഒരു കാലമുണ്ടായിരുന്നു. സർജറി, പല്ലുപറിക്കൽ ഒക്കെ ആ ഗണത്തിലായിരുന്നു കണക്കാക്കിയത്. ആ സാമൂഹ്യ മനോഭാവം ശുശ്രുതന്റെ പാരമ്പര്യം വളരുന്നതിൽ നിന്നും വിലക്കപ്പെട്ടിട്ടുണ്ട്. ശുശ്രുതൻ തന്നെ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ടവനായിരുന്നു എന്നും പറയുന്നു. അത്തരം തുടർച്ചയായ ഗവേഷണങ്ങളും സാങ്കേതിക വിദ്യകളുമായുള്ള സംയോജനവും ഉണ്ടായിരുന്നെങ്കിൽ ആയുർവേദത്തിന്റെ ചില മേഖലകൾ വലിയ തോതിൽ വികസിക്കുമായിരുന്നു. പക്ഷേ ഈ വളരെ അടുത്ത കാലത്താണ് ആയുർവേദത്തിൽ ശക്തമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഗവേഷണങ്ങൾ ആരംഭിച്ചത്. അടുത്ത ചോദ്യം: ആയുർവേദം മാത്രമുണ്ടായിരുന്നപ്പോൾ ഇവിടെ മനുഷ്യരുടെ ശരാശരി ആയുസ് 30 വയസ്സായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 70 വയസ്സാണ്. അതിന് കാരണം മോഡേൺ മെഡിസിനാണ്. ആയുർവേദത്തിന് എന്തിനു കൊള്ളാം? കേൾക്കുമ്പോൾ ലോജിക്കെന്ന് തോന്നുന്ന ഒരു വാദമാണിത്. പക്ഷേ ഇതൊരർദ്ധസത്യം മാത്രമാണ്. ശരിയാണ്, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ശരാശരി ആയുസ് 30-ൽ താഴെയായിരുന്നു. അതിപ്പോൾ 70 ആയിട്ടുണ്ട്. അതിൽ വാക്സിനേഷനിലൂടെ വസൂരി, പോളിയോ പോലുള്ള രോഗങ്ങൾ തുടച്ചു നീക്കിയതും ആന്റിബയോട്ടിക്കുകളുടെ കണ്ടെത്തലിലൂടെ ക്ഷയം പോലുള്ള രോഗങ്ങൾക്ക് ചികിത്സയുണ്ടായതിനുമൊക്കെ വലിയ പങ്കുണ്ട്. പക്ഷേ ഇത് യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ചെറിയ വശം മാത്രമേ ആകുന്നുള്ളൂ. അക്കാലത്ത് സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണ് ജീവിച്ചിരുന്നത്. പട്ടിണി സർവ്വസാധാരണമായിരുന്നു. പോഷകാഹാര ലഭ്യത എന്നത് കിട്ടാക്കനിയായിരുന്നു. അനാരോഗ്യകരമായ സാഹചര്യങ്ങളിലായിരുന്നു പ്രസവങ്ങൾ നടന്നിരുന്നത്. സാമൂഹ്യ അവബോധം, വിദ്യാഭ്യാസം, സാക്ഷരത എന്നതെല്ലാം ഭീകരമായി കുറവായിരുന്നു. കൂടാതെ ഈ ആയുർവേദ ചികിത്സ പോലും സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തിനും അപ്രാപ്യവുമായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഈ സാഹചര്യങ്ങൾക്കെല്ലാം വലിയ മാറ്റം സംഭവിച്ചു. സമൂഹത്തിൽ ഇന്ന് പട്ടിണി എന്നതില്ല എന്ന് തന്നെ പറയാം. പ്രസവങ്ങൾ വിദഗ്ധ മേൽനോട്ടത്തിൽ ആശുപത്രികളിലായി. വിദ്യാഭ്യാസം സാർവലൗകികമായി. നിരക്ഷരത ഇല്ലാതായി. സമൂഹത്തിൻ്റെ ലോകവീക്ഷണവും കാഴ്ചപ്പാടും വളർന്നു. തൊഴിലവസരങ്ങൾ കൂടി. വരുമാനം വർദ്ധിച്ചു. ഈ കാര്യങ്ങളെല്ലാം ചേർന്നാണ് ലൈഫ് എക്സ്പെക്റ്റൻസി ഇന്നത്തെ 70-ലേക്ക് എത്തിയത്. അതിൽ മോഡേൺ മെഡിസിനും ഒരു പങ്കുണ്ട് എന്നതല്ലാതെ അതുമാത്രമല്ല കാരണം. ഇവിടെ കണക്കിലെ ഒരു കളി കൂടിയുണ്ട്. വീട്ടിലെ പ്രസവങ്ങൾ കാരണം ശിശുമരണ നിരക്ക് അന്ന് വളരെ കൂടുതലായിരുന്നു. ഉദാഹരണത്തിന്, ഒരു വീട്ടിൽ 2 കുട്ടികൾ ജനിച്ചു എന്ന് കരുതുക. അതിലൊരു കുട്ടി ജനിച്ചപ്പോൾ അല്ലെങ്കിൽ 1-2 വയസ്സുള്ളപ്പോൾ മരിച്ചു. മറ്റേ കുട്ടി 80 വയസ്സ് വരെ ജീവിക്കുകയും ചെയ്താൽ ശരാശരി ആയുസ് അവിടെ 40 വയസ്സാണ്. അതായത് കൂട്ടുകാരെ, 30 വയസ്സ് ശരാശരി എന്ന് പറഞ്ഞാൽ എല്ലാവരും 30 വയസ്സെത്തുമ്പോൾ പിറ്റേ ദിവസം മരിച്ചു പോകും എന്നല്ല. ഒന്നുകൂടി മനസ്സിലാക്കുക, ഏത് കാലത്തും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ പ്രദേശങ്ങളാണ് ഇന്ത്യയും ചൈനയും. എന്തുകൊണ്ടാണിത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? പ്രകൃതി വിഭവങ്ങൾ, കാലാവസ്ഥ, ജീവിത സാഹചര്യങ്ങൾ എന്നതിനോടൊപ്പം ആ കാലഘട്ടത്തിന് യോജിച്ച ചികിത്സയും ഉണ്ടായിരുന്നത് കൊണ്ടാണത്. അടുത്ത ചോദ്യം: ആയുർവേദത്തിന് ഒരു കാലത്ത് പ്രസക്തി ഉണ്ടായിരുന്നു. അന്ന് അതല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ശാസ്ത്രം ഇത്രയും വളർന്ന ഈ ആധുനിക കാലത്ത് മോഡേൺ മെഡിസിൻ മിക്ക രോഗങ്ങൾക്കും ചികിത്സ നൽകുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ആയുർവേദത്തിൻ്റെ ആവശ്യമുണ്ടോ? ആയുർവേദവും ആയുർവേദ ഗ്രന്ഥങ്ങളുമൊക്കെ മ്യൂസിയങ്ങളിലേക്ക് മാറ്റുന്നതല്ലേ ഉചിതം? നോക്കൂ, മോഡേൺ സയൻസ് എന്ന പ്രയോഗത്തോട് തന്നെ എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം സയൻസ് എന്നത് പഴയതും പുതിയതുമായി 2ആയി വിഭജിക്കാവുന്ന ഒന്നല്ല. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ള അറിവും ഇനിയും മനസ്സിലാക്കാനുള്ള അറിവും ചേർന്നതാണ് ശാസ്ത്രത്തിൻ്റെ ലോകം. ഇന്ന് നമുക്കറിയാവുന്നത് നാളെ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാം. ഇന്ന് ശരിയെന്ന് കരുതുന്ന ഒരാശയം നാളെ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തിരുത്തേണ്ടി വരാം. അതുകൊണ്ട് ശാസ്ത്രം വളരുന്നു എന്നതിൻ്റെ അർത്ഥം പഴയതെല്ലാം തെറ്റായി പുതിയതെല്ലാം ശരിയായി എന്നല്ല.
മനുഷ്യൻ ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയെയും തൻ്റെ ശരീരത്തെയും ചുറ്റുപാടുകളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത സംസ്കാരങ്ങളിൽ മനുഷ്യർ തങ്ങൾക്ക് ലഭ്യമായ അറിവുകളും അനുഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചിലത് കാലത്തിൻ്റെ പരീക്ഷണത്തിൽ നിലനിന്നു, ചിലത് തെറ്റാണെന്ന് പിന്നീട് മനസ്സിലായി. ചില ആശയങ്ങൾക്ക് ഇന്നും തെളിവ് ആവശ്യമുണ്ട്. ഇതാണ് ശാസ്ത്രത്തിൻ്റെ സ്വാഭാവികമായ വളർച്ച. ഒരു അറിവ് പഴയതാണ് എന്നതുകൊണ്ട് മാത്രം അത് ഉപേക്ഷിക്കേണ്ടതില്ല. അതുപോലെ പുതിയതാണ് എന്നതുകൊണ്ട് മാത്രം അത് സ്വീകരിക്കേണ്ടതുമില്ല. ചോദ്യം മറ്റൊന്നാണ്: അത് ശരിയാണോ? അത് മനുഷ്യന് പ്രയോജനപ്പെടുന്നുണ്ടോ? അതാണ് പ്രധാനപ്പെട്ടത്. മനുഷ്യന്റെ ബുദ്ധിയും നിരീക്ഷണശേഷിയും ഏതെങ്കിലും ആധുനിക ഉപകരണം കണ്ടുപിടിച്ചതിന് ശേഷമല്ല ഉണ്ടായത്. 2000-ഓ 3000-ഓ വർഷം എന്നത് മനുഷ്യ ചരിത്രത്തിന്റെ മുന്നിൽ നോക്കുമ്പോൾ വളരെ ചെറിയ കാലമാണ്. അന്നത്തെ മനുഷ്യനും പ്രകൃതിയെ നിരീക്ഷിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു, കാരണങ്ങൾ അന്വേഷിച്ചു, നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തി. പക്ഷേ ഇന്നത്തെ വലിയ വ്യത്യാസം മറ്റൊന്നാണ്. ഇന്ന് നമുക്ക് അറിവുകളെ കൂടുതൽ കൃത്യമായി പരിശോധിക്കാനുള്ള ഉപകരണങ്ങളും രീതികളും ലഭ്യമാണ്. അതുകൊണ്ട് പഴയ അറിവുകളെയും ഇന്നത്തെ ശാസ്ത്രീയ രീതികളിലൂടെ പരിശോധിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആയുർവേദത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് നിലപാട്. ആയുർവേദം പഴയതാണ് എന്നതുകൊണ്ട് അത് മ്യൂസിയത്തിലേക്ക് അയക്കേണ്ടതല്ല. ഓരോ അവകാശവാദവും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കണം, റിസർച്ച് ചെയ്യണം. പുതിയ കാലത്തെ ജീവിത സാഹചര്യങ്ങളിൽ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ആയുർവേദത്തിലെ ആശയങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഭക്ഷണരീതി, ദൈനംദിന ജീവിതശൈലി, വ്യായാമം, ഉറക്കം, മാനസികാരോഗ്യം, രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യ സംരക്ഷണം, ഇങ്ങനെയുള്ള മേഖലകളിൽ ആയുർവേദത്തിൻ്റെ ആശയങ്ങളിൽ ശാസ്ത്രീയമായി പരിശോധിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയിൽ എന്താണ് യഥാർത്ഥത്തിൽ പ്രയോജനകരമെന്ന് ഗവേഷണത്തിലൂടെ കണ്ടെത്തുകയാണ് വേണ്ടത്. അതുപോലെ ചില രോഗികളിൽ, ചില സാഹചര്യങ്ങളിൽ ആധുനിക ചികിത്സയ്ക്കൊപ്പം സപ്പോർട്ടീവ് കെയർ എന്ന നിലയിൽ ചില ആയുർവേദ ഇടപെടലുകൾക്ക് പ്രയോജനമുണ്ടാകാമോ എന്നതും ഗവേഷണത്തിലൂടെ പരിശോധിക്കാം. ഉദാഹരണത്തിന്, ക്യാൻസർ ചികിത്സയിൽ കീമോതെറാപ്പി പോലുള്ള ചികിത്സകൾക്ക് ശേഷമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിൽ കോംപ്ലിമെന്ററി അപ്രോച്ചസിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നത് ശാസ്ത്രീയമായി പഠിക്കാവുന്ന വിഷയമാണ്. മോഡേൺ മെഡിസിൻ വേണ്ടിടത്ത് മോഡേൺ മെഡിസിൻ തന്നെയാണ് വേണ്ടത്. ഹൃദയാഘാതം വന്നാൽ എമർജൻസി ട്രീറ്റ്മെന്റ് വേണം. സ്ട്രോക്ക് വന്നാൽ സമയബന്ധിതമായ സ്ട്രോക്ക് മാനേജ്മെന്റ് കെയർ വേണം. ഗുരുതരമായ അപകടത്തിൽ സർജറിയും ഇന്റൻസീവ് കെയറും വേണമെങ്കിൽ അത് തന്നെ വേണം. ഇവിടെ ഒന്നും ആയുർവേദത്തിനെ പകരക്കാരനാക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ വിഷയം ആയുർവേദമോ മോഡേൺ മെഡിസിനോ എന്ന മത്സരമല്ല. മനുഷ്യൻ എന്താണ് ആവശ്യം, ഏത് രോഗത്തിന് ഏത് ഘട്ടത്തിൽ ഏത് ചികിത്സയാണ് കൂടുതൽ ഫലപ്രദവും സുരക്ഷിതവും തെളിവുകളുടെ പിന്തുണയുമുള്ളത്, അതാണ് ചോദിക്കേണ്ടത്. ആയുർവേദത്തിനും മോഡേൺ മെഡിസിനും പരസ്പരം മത്സരിക്കുന്ന രണ്ട് പാളയങ്ങളായി നിലനിൽക്കുന്നതിനേക്കാൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് പ്രയോജനപ്പെടുന്ന മേഖലകളിൽ പരസ്പരം പഠിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നതാണ് കൂടുതൽ അഭികാമ്യം. ആയുർവേദമായാലും മോഡേൺ മെഡിസിൻ ആയാലും ഒരേ ചോദ്യം തന്നെയായിരിക്കണം: ഇത് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ? ഉത്തരം അതെ എന്നാണെങ്കിൽ അത് എവിടെ നിന്നാണ് വന്നത് എന്നതല്ല പ്രധാനം. പരീക്ഷണങ്ങൾ, ലബോറട്ടറി തെളിവുകൾ എല്ലാം പ്രധാനമാണ്. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം പറഞ്ഞത് തന്നെയാണ്: അത് മനുഷ്യന് പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലയോ? എല്ലാ ഗവേഷണങ്ങളുടെയും അവസാന ചോദ്യം എത്തി നിൽക്കുന്നതും അവിടെയാണ്. അക്കാര്യത്തിൽ ആയുർവേദം ഏത് കാലത്തും ശരി തന്നെയാണ്. അതാണ് ശാസ്ത്രത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം. അടുത്ത ചോദ്യം: ആധുനിക രീതികൾ പ്രകാരം കൃത്യമായ തെളിവില്ലാത്ത കാര്യങ്ങളെ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്കിപ്പോൾ ആധുനിക മാർഗങ്ങൾ ഉണ്ടല്ലോ. നോക്കൂ, കൃത്യമായ തെളിവുകളില്ലാത്ത എന്നാൽ മനുഷ്യന് പ്രയോജനപ്പെടുന്നു എന്നുറപ്പുള്ള കാര്യങ്ങൾക്ക് പിന്നിൽ കൃത്യമായ സയൻസ് ഉണ്ട് എന്നതുറപ്പല്ലേ? അതെന്താണെന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ്. ആ സയൻസ് കണ്ടെത്തണം, അല്ല മനസ്സിലാക്കണം. അതിനുവേണ്ടി കഷ്ടപ്പെടണം, ഗവേഷണം നടത്തണം, വിയർപ്പൊഴുക്കണം, സമയവും അധ്വാനവും ചിലവാക്കണം. അങ്ങനെയാണ് മാനവരാശി അറിവുകളിൽ നിന്ന് അറിവുകളിലേക്ക് സഞ്ചരിച്ചത്. 20-ാം നൂറ്റാണ്ടിൽ റോക്കറ്റ് വിക്ഷേപണത്തിന് പ്രയോജനപ്പെടും എന്നറിഞ്ഞുകൊണ്ടല്ല ന്യൂട്ടൺ ചലന നിയമങ്ങൾ കണ്ടെത്തിയത്. മാനവരാശിയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയും എന്ന് കരുതിയായിരിക്കില്ല
ഫാരഡെ വൈദ്യുതി കണ്ടെത്തിയത്. ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ വരും എന്ന് കരുതിയല്ല മാക്സ് പ്ലാങ്ക് ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത്. 21ാം നൂറ്റാണ്ടിൽ എയർബസ് A380 എന്ന പടുകൂറ്റൻ വിമാനം ആകാശത്തിലൂടെ പറക്കും എന്ന് കരുതിയല്ല റൈറ്റ് സഹോദരന്മാർ ആദ്യ വിമാനം പറത്തിയത്. അവർ വിജ്ഞാനങ്ങളുടെ പിറകെ പോയി അറിവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോഴാണ് മഹത്തായ കണ്ടെത്തലുകൾ ഉണ്ടായതും മാനവരാശി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചതും. അതുപോലെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ആചാര്യന്മാർ കണ്ടെത്തിയ ഒരു വിജ്ഞാന മേഖലയാണ് ആയുർവേദം. അതിലെ സാധ്യതകൾ എന്ത്, എങ്ങനെ എന്നൊക്കെ തിരഞ്ഞുപോയി അറിവിൻ്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊണ്ട് തള്ളേണ്ടതിനെ തള്ളി കൊള്ളേണ്ടതിനെ കൊണ്ട് പുതിയ മേച്ചിൽപ്പുറങ്ങളിലൂടെ മാനവരാശിയെ നയിക്കേണ്ട ഉത്തരവാദിത്വം പുതിയ തലമുറകൾക്കുണ്ട്. ആയുർവേദത്തിൻ്റെ കാര്യത്തിൽ ചരിത്രപരവും സാമൂഹ്യപരവുമായ കാരണങ്ങളാൽ ഇടയ്ക്ക് നിലച്ചുപോയ ഈ യാത്രയെ ഇന്നത്തെ തലമുറ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അതല്ലേ ശരി? നോക്കൂ, വൈമാനിക ശാസ്ത്രം ഒരുപാട് വളർന്നെങ്കിലും അതിൻ്റെ അടിസ്ഥാന ശാസ്ത്രം 100 വർഷങ്ങൾക്ക് മുമ്പ് റൈറ്റ് സഹോദരന്മാർ ആവിഷ്കരിച്ച എയറോഡൈനാമിക്സ് തത്വങ്ങൾ തന്നെയാണ്. അതിനും ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതിയിൽ തന്നെ ഉരുത്തിരിഞ്ഞു വന്ന പക്ഷികളെ പറക്കുന്നത് നിരീക്ഷിച്ചാണ് ഈ എയറോഡൈനാമിക്സ് രൂപപ്പെടുത്തിയത്. വ്യോമയാനം എത്രയൊക്കെ വളർന്നാലും അടിസ്ഥാനം ആ പ്രകൃതിയിൽ തന്നെയായിരിക്കും. അതുപോലെ പ്രകൃതിയെയും മനുഷ്യനെയും നിരീക്ഷിച്ച് ആചാര്യന്മാർ ആവിഷ്കരിച്ചതാണ് ആയുർവേദം. അതിനെ അടിസ്ഥാനമാക്കി നമുക്ക് എത്ര വേണമെങ്കിലും വളരണം. പക്ഷേ അടിസ്ഥാനം ഒരിക്കലും മാറുകയുമില്ല. കാലത്തിനനുസരിച്ച് മാറുന്നത് നമ്മുടെ അറിവുകളാണ്, അടിസ്ഥാനങ്ങളല്ല. ചോദ്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. വിസ്താര ഭയത്താൽ ഇവിടെ നിർത്തുന്നു. തീർച്ചയായും ഈ പരമ്പരയ്ക്കിടയിൽ ഇതുപോലുള്ള ചോദ്യോത്തരങ്ങൾ ഉണ്ടായിരിക്കും. ആയുർവേദ പരമ്പരയിലെ മറ്റൊരു വിഷയവുമായി അടുത്ത ഞായറാഴ്ച, അതായത് ഓഗസ്റ്റ് 23-ന് കാണാം. നന്ദി, നമസ്കാരം.